മൂന്നാം പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 16-ന് പരിഗണിക്കാൻ മാറ്റിവെച്ചു. കോടതി നടപടിക്ക് ശേഷം രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചു. രാഹുലിനെ അടൂർ ക്യാമ്പിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം. CK അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, തിരുവല്ലയിലെ ഹോട്ടലിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകണം, പാലക്കാട് ആ പറഞ്ഞ ബിൽഡറിന്റെ മൊഴിയെടുക്കണം, പാലക്കാട് ഫ്ളാറ്റ് എവിടെയാണ് വാങ്ങാൻ ആലോചിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. അതൊക്കെ എപ്പോൾ? നിലവിൽ പത്തനംതിട്ട SP ഓഫീസിന് നേരെ എതിർദിശയിലുള്ള AR ക്യാമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉള്ളത്. അന്വേഷണ സംഘങ്ങളിൽ ചിലർ തിരുവല്ലയിൽ നിന്നും വാഹനത്തെ അനുഗമിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടിയുള്ള ചോദ്യം ചെയ്യലിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തെളിവെടുപ്പിന് പുറത്തേക്ക് രാഹുലിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. അതേസമയം ക്ലബ് 7 ഹോട്ടലിൽ നാളെ പകൽ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പാലക്കാടേക്ക് ഈ ഘട്ടത്തിൽ ഒരു യാത്രയ്ക്ക് സാധ്യത വിരളം ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും രണ്ട് മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഒന്ന് കസ്റ്റഡി എടുക്കുന്ന വേളയിൽ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്ലിപ്പ് ടൈപ്പിലുള്ള മൊബൈലാണ്. മറ്റൊന്ന് ഇന്നലെ പാലക്കാട് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും സ്വന്തമായി താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ഒരു മൊബൈൽ ഫോൺ ലഭ്യമായിട്ടുണ്ട്. അതിൽ ഇദ്ദേഹവും സുഹൃത്തുക്കളുമായി നിൽക്കുന്ന ചില ദൃശ്യങ്ങൾ മാത്രമാണുള്ളത്. കാര്യമായ രേഖകൾ ഏതും അതിൽ നിന്നും കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥിതി ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഫ്ലിപ്പ് മൊബൈലിൻ്റെ ലോക്ക് പാറ്റേൺ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നതിനാൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാനുള്ള സാവകാശമോ സാഹചര്യമോ ഒത്തു വന്നിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ AR ക്യാമ്പിൽ ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം തന്നെ രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും അടൂർ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ചില ആലോചനകൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തുടർ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആളുകൾ വേഗത്തിൽ കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതിനാൽ തന്നെ അടൂരിൽ നിന്നും അല്പം മാറി ഒരു സ്ഥലത്തേക്ക്, ഉൾപ്രദേശത്ത് ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലത്ത് AR ക്യാമ്പിൻ്റെ ലേക്ക് MLAയെ മാറ്റിയാൽ അവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വേഗത്തിലുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമായി പരിഗണിക്കാനുള്ള കാരണം. മറ്റൊന്ന്, ശബരിമലയിൽ മകരവിളക്ക് അനുബന്ധ ജോലികളാണ്. AR ക്യാമ്പിലുള്ള ജീവനക്കാരിൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നല്ലൊരു പങ്ക് ആളുകൾ ഇന്ന് രാവിലെ തന്നെ പമ്പ നിലയ്ക്കൽ സന്നിധാനം മേഖലയിലെ ഡ്യൂട്ടിക്കായി പോയിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാരുടെ എണ്ണത്തിലെ കുറവ് കൂടി ഈ ഒരു ആലോചനയ്ക്ക് കാരണമായിട്ടുണ്ട്. അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നെടുത്ത് താഴേക്ക് നൽകുകയായിരിക്കും ഉണ്ടാവുക. പക്ഷേ അത് അങ്ങനെ ഒരു തീരുമാനമോ നിർദ്ദേശമോ വന്നു കഴിഞ്ഞാൽ രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങോട്ടേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തെളിവെടുപ്പ് നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. മറ്റന്നാൾ ഉച്ചയ്ക്ക് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും 2 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തൊട്ടടുത്ത ദിവസം, അതായത് 16-ാം തീയതി ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനായി സമർപ്പിച്ചിട്ടുള്ള ജാമ്യ അപേക്ഷ പരിഗണിക്കുക. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന നടപടി എന്നുള്ളത് ജാമ്യാപേക്ഷ പരിഗണിച്ച് അത് തള്ളാനുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പിന്നീട് ജില്ലാ കോടതിയെ സ്വാഭാവികമായും അദ്ദേഹത്തിന് സമീപിക്കാനുള്ള സാഹചര്യമുണ്ട്. അവിടെ നിന്നും നിയമപരമായി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അനുകൂല വിധി ഉണ്ടാകുന്നില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാനുള്ള സാവകാശമുണ്ട്. ഏതറ്റം വരെയും പോയി പരമാവധി വേഗത്തിൽ രാഹുൽ നിയമ നടപടികളിലൂടെ തന്നെ ജാമ്യം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. പക്ഷേ ഏതാനും ദിവസങ്ങൾ ഈ കസ്റ്റഡി കഴിഞ്ഞാൽ പോലും അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ചുരുക്കത്തിൽ 3ാമത്തെ കേസിൽ അതിലെ രഹസ്യ നീക്കങ്ങൾ, പോലീസിൻ്റെ ആസൂത്രണത്തോടെയുള്ള നടപടികൾ, അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിയമ സംവിധാനത്തിൻ്റെ അകത്ത് അദ്ദേഹം പരിപൂർണനായി വിധേയനായി പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നും കോടതിയിൽ നിന്നും സഹകരിക്കുന്നില്ല. അറസ്റ്റ് മെമ്മോയിലും അറസ്റ്റ് നോട്ടീസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിട്ടിരുന്നില്ല. ഒടുവിൽ ഗസ്റ്റ് ഓഫീസറെ എത്തിച്ച് അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്.